അയാൾ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആരും എത്തിയില്ലേ? ആകെ രണ്ടുപേരുള്ളൂ. പിന്നെ ഇനി ഏതാ നോക്കാനുള്ളത്? ഇനി എന്താ ഡൗട്ട് ഉള്ളത് ചോദിച്ചോ. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. 7:45 ആയിക്കോട്ടെ, 9:15 ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ ഇനി ഏതൊക്കെ ഡൗട്ടുള്ള ചോദിച്ചോ. ഏത് ക്വസ്റ്റ്യനാണ് ഇനി നോക്കാനുള്ളത്? സാറേ മൊഡ്യൂൾ 4 ഇല്ലേ, ഫോറിനകത്ത് ലാപ്പിയറൻസ് തിയറത്തെ ആ റിയാക്ഷൻ കാണുമെന്ന് പറഞ്ഞുതരൂ. SFTയുടെ അത് അത്തരം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലായിരുന്നോ? അതാണ് ഡൗട്ട്. ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? മൊഡ്യൂൾ 4 ഫസ്റ്റ് പാർട്ടിലാ? ആർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട് മൊഡ്യൂൾ 4 ഫസ്റ്റ് പാർട്ടാണോ രണ്ടാമത്തെ പാർട്ടാണോ? ഫസ്റ്റ് പാർട്ടില് അതിന്റെ ആ റിയാക്ഷൻ കാണുന്നത് മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ. ഓക്കെ. ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞ ജിതിന്? അതിന്റെ SFT കാണുന്നില്ലേ? ബെൻഡിങ് മൊമെന്റ് നോക്കിയാൽ മതിയല്ലോ. ഇനി SFDന്റെ നോക്കിയാൽ മതിയല്ലോ അല്ലെ? അതിന്റെ റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ. നോക്ക്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 സ്പാന്, 2 ഈക്വൽ സ്പാൻ അല്ലെ. 2 span continuous beam both have equal span carries a point load of W at the center of each span. All supports are simply supported. അപ്പോൾ 2 സപ്പോർട്ട്, 3 സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. രണ്ടും ഈക്വൽ സ്പാൻ ആണ്. രണ്ടിന്റെയും സെന്ററിൽ ലോഡ് വരുന്നുണ്ട് W. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 സ്പാനിന്റെയും ലെങ്ത് L ആക്കിയിട്ട് എടുക്കാം, സെയിം ആയ കാരണം. പിന്നെ EI ഒക്കെ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ റിയാക്ഷൻസ് SFD നോക്കാം. SFD നോക്കണമെങ്കിൽ ആദ്യം നമുക്ക് റിയാക്ഷൻസ് കാണേണ്ടതുണ്ട് അല്ലെ. അപ്പോ ജസ്റ്റ് പേര് കൊടുക്കാം, ഇത് A, B ആൻഡ് C. ഓക്കെ, ഇപ്പൊ വീഡിയോയിലുള്ള പോലെ തന്നെ പറയാം. ഓക്കെ, ഇപ്പൊ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിയാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം മൊമെന്റ് അബൌട്ട് B എടുക്കുകയാണ് അല്ലെ. ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൊമെന്റ് എടുക്കാൻ പോവാണ്. ഏത് സ്പാനാണ് നമ്മൾ എടുക്കുന്നത്? ആദ്യം BC എന്ന് പറഞ്ഞ സ്പാനിക്കാണ് നോക്കുന്നത് കേട്ടോ. ആദ്യം ഈ സ്പാൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ അതിൽ നോക്ക് എന്തൊക്കെ വരുന്നത്. RC ഉണ്ട് അല്ലെ, ഇവിടെ RC, ഇത് RC ഉണ്ടാവും, ഇത് RB, ഇത് RA, റിയാക്ഷൻസ് അല്ലെ, താഴത്തുനിന്ന് മുകളിലോട്ട് വരുന്ന റിയാക്ഷൻസ്. അപ്പൊ BC എന്ന് പറഞ്ഞ സ്പാന് മാത്രം നമ്മൾ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. RC, RB, പിന്നെ ഒരാളും കൂടി ഉണ്ട്, എന്താണ്? മൊമെന്റ് ഉണ്ട് അല്ലെ. തൊട്ട് മുന്നേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന മൊമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ മൊമെന്റിന് ഒരു വാല്യൂ ഉണ്ടാവും, അത് എത്രയാണ്? MB. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. MB ഈക്വൽ ടു എത്രയാണ്? -3/16 WL. ഓക്കെ അല്ലെ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? മൊമെന്റ് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ്? RC ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? RC ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെ. എത്രയും ഡിസ്റ്റൻസ് L ആണ്. അപ്പൊ RC ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ ഉള്ളത്? മുകളിൽ നിന്ന് താഴേക്കാണ് അല്ലെ ലോഡ് വരുന്നിട്ടുള്ളത്, മുകളിൽ നിന്ന് താഴേക്കാണ്. പിന്നെ RC ഉണ്ടാക്കുന്ന മൊമെന്റ് എന്താണ്? അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അതേ സമയത്ത് ഈ WR ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? ആ ഒരു പോയിന്റ് ബിയിലേക്ക് അത് ആദ്യത്തത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി WR ഉണ്ടാകുന്ന മൊമെന്റ് അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അതിന് നെഗറ്റീവ് എടുത്തു. ഒന്ന് പോസിറ്റീവ് എടുത്താലും മറ്റേ നെഗറ്റീവ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് എത്ര വരിക? ആ ഒരു മൊമെന്റ് W ഇൻറ്റു L/2 ഉണ്ടാവും അല്ലെ. ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ ഈ W ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താ ഉള്ളത്? ഈ ഒരു മൊമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയത് കാരണം എന്ത് ചെയ്യാം? പ്ലസ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. നേരെ മറിച്ച് നമ്മൾ നേരെ തിരിച്ചാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവരെ ഓപ്പോസിറ്റ് ആക്കി എടുക്കേണ്ടിയിരുന്നു. പ്ലസ് 3/16 ഇൻറ്റു WL ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. പിന്നെ ഈ ഒരു റിയാക്ഷൻ കാരണം ഇവിടെ മൊമെന്റ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇതിനകത്ത് കൂടി തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് ഇവിടെ നമുക്ക് ലെങ്ത് എടുക്കാനുണ്ടാവില്ല, ലെങ്ത് 0 ആയിട്ട് മാറും. അപ്പൊ മൊമെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ ജിതിൻ? ഇനി ഇതിൽ നിന്ന് സോൾവ് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ RC. ഓക്കെ, പിന്നെ RC നമുക്ക് എങ്ങനെ കിട്ടും? നോക്ക്, ഈ RC ഇൻറ്റു L ഇവിടെ തന്നെ വെക്കാം. ബാക്കി ഇതിനങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ അത് പ്ലസ് ആയിട്ട് മാറും അല്ലെ. -WL/2 ഉള്ളത് പ്ലസ് WL/2 ആയിട്ട് മാറും. പിന്നെ ഇതെന്തായിട്ട് മാറും? മൈനസ് ആവും അല്ലെ. ഇപ്പൊ -3/16 WL എന്നാവും. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ എങ്ങനെ ചെയ്യാം? 16 ഇൻറ്റു WL അല്ലെ. 16 ഇൻറ്റു WL മൈനസ് 3 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 3 WL ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 16. ഇതൊക്കെ അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. ഇതാ A/B മൈനസ് C/D ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A ഇൻറ്റു D മൈനസ് B ഇൻറ്റു C ഡിവൈഡഡ് ബൈ B ഇൻറ്റു D. ഈ ഒരു ഫോർമുല നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? 16 WL മൈനസ് ഇത് 2 ഇൻറ്റു 3 6 അല്ലെ. 6 WL ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 16 32. ഓക്കെ, അപ്പൊ 16 WL മൈനസ് 6 WL 16 6 പോയി, ബാക്കി എത്ര ഉണ്ടാവുക? 10 ഉണ്ടാവും അല്ലെ. ഡിവൈഡ് ബൈ 32. ഇനി ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? RC ഇൻറ്റു L എന്നുണ്ട് കേട്ടോ. ഇതിന്റെ താഴത്തേക്ക് എടുത്ത് എഴുതാം, RC ഇൻറ്റു L. ഓക്കെ, ഇപ്പൊ കട്ട് ചെയ്യുമ്പോ അല്ലെ 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 10 എത്ര രണ്ടാളെ? 5 ഉണ്ട്. 32 എത്ര രണ്ടാളെ? 16 അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വൃത്തിക്ക് എഴുതാണെങ്കിൽ RC ഇൻറ്റു L ഈക്വൽ ടു 5/16 ഇൻറ്റു WL അല്ലെ. ഇനി L കട്ട് ചെയ്ത് പോയി, ബാക്കി എന്താ ഉള്ളത്? RC ഈക്വൽ ടു 5/16 W എന്നുണ്ട്. ഇതല്ലേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ വാല്യൂ? ഓക്കെ ആണോ? സ്റ്റെപ്പ് ഓക്കെ ആണോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവുക. അത് ബേസിക് കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്.
പിന്നെ വീഡിയോയിൽ നമുക്ക് അത് ലെങ്ത് കൂടി പോകും. ഇതൊക്കെ അല്ലേ, ആർ സി ഒക്കെ അല്ലേ. ഇനി ഇതുപോലെ തന്നെയാണ് ആർ ബി കാണുന്നത്. സോറി, ആർ എയും ആർ സിയും ഈക്വൽ ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? കാരണം എന്താ, സിമ്മട്രിക്കൽ ആണ്. സിമ്മട്രിക്കൽ ആയ കാരണം ഈ ഒരു റിയാക്ഷൻ, ഈ റിയാക്ഷനും ഈക്വൽ ആയിട്ടാണ് വരിക. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, വേണമെങ്കിൽ ഇന്ന് എടുത്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ചെയ്യാം. ടേക്ക് മൊമെന്റ് അബൌട്ട് ബി ഒന്നുകൂടി ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ മൊമെന്റ് എടുക്കുകയാണ്. ഏതിനെ ബേസ് ചെയ്തിട്ട്? ഈ സ്പാനിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എഴുതാം മൊമെന്റ് അബൌട്ട് ബി ഫോർ സ്പാൻ എ ബി. അപ്പൊ അങ്ങനെ എഴുതാം. ഇവിടെ ആർ എ ഉണ്ട്, ഇവിടെ ഒരു ഡബ്ല്യു ഉണ്ട്, ഇവിടെ മൊമെന്റും ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ആർ എ ഇൻറ്റു എൽ അല്ലെ, മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ 2. നേരത്തെ അതേപോലെ തന്നെ അല്ലേ, ഈ സൈഡിലേക്ക് ആയിരുന്നുള്ളൂ അല്ലെ, പ്ലസ് 3/16 ഡബ്ല്യു എൽ ഈക്വൽ ടു 0. നേരത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ആർ എയുടെ സ്ഥാനത്ത് ആർ സി ആയിരുന്നു നേരത്തെ എന്നുള്ളൂ അല്ലെ. നോക്ക്, ഇത് കമ്പയർ ചെയ്ത് നോക്ക്, സെയിം അല്ലേ ഇക്വേഷൻ. അപ്പൊ ഇതും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടുക? ആർ എക്ക് അഗെയിൻ നമുക്ക് 5/16 ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആർ ബി നോക്കാം. ആർ ബി നമുക്ക് എങ്ങനെ കിട്ടുക? അഗെയിൻ ബീം ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. ഇവിടെ ആർ എ ഉണ്ട്, ഇത് ആർ സി ഉണ്ട്, ഇത് ആർ ബി. ഇതാണ് നമുക്ക് ഇനി കാണേണ്ടത്. നമുക്ക് എന്തൊക്കെ ലോഡ് വരുന്നുണ്ട് ബീമിലേക്ക്? ഇവിടെ സെന്ററിൽ ഡബ്ല്യു ഉണ്ട്, ഇവിടെയും സെന്ററിൽ ഒരു ഡബ്ല്യു കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ ഈ ബീമിലേക്ക് വരുന്ന ലോഡ് എത്രയാണ്? ഈ ബീമിലേക്ക് വരുന്ന ടോട്ടൽ ലോഡ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു അല്ലെ. ഡബ്ല്യു പ്ലസ് ഡബ്ല്യു, ദാറ്റ് ഈസ് 2W. ഇനി ഈ 2W ഒക്കെ ആരാ എടുക്കുന്നത്, അല്ലെങ്കിൽ ആരാ അതിന് റിയാക്ഷൻ അതിന് കൊടുക്കുന്ന ആരാ? ഈ 2W-ന് ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി അല്ലെ. നമുക്ക് എന്ത് എഴുതാം? ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി ഈക്വൽ ടു 2W എന്ന് എഴുതാം. ഓക്കെ, ഇനി ആർ എക്കും ആർ സിക്കും വാല്യൂസ് നമുക്ക് കൊടുക്കാം അല്ലെ. ഇതിന് മുന്നേ വേണമെങ്കിൽ ആർ ബി ഈക്വൽ ടു 2W മൈനസ് ആർ എ മൈനസ് ആർ സി എന്ന് എഴുതി കൂടെ? ഇനി ബ്രാക്കറ്റ് ഇട്ട് എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ? 2W-ൽ നിന്ന് ആർ എയും ആർ സിയും കൂട്ടിയിട്ട് അത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആർ ബി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, 2W മൈനസ് ആർ എ പ്ലസ് ആർ സിന് നമുക്ക് എന്ത് എഴുതാം? ആർ എയുടെ വാല്യൂ നമ്മൾ നേരത്തെ ആർ എക്കും ആർ സിക്കും സെയിം വാല്യൂ ആണ് അല്ലെ, 5/16 ഡബ്ല്യു ആണ്. 5/16 ഡബ്ല്യു പ്ലസ് 5/16 ഡബ്ല്യു ഇങ്ങനെ വരുന്നത് അല്ലെ. ഇത് മൈനസ് ചെയ്താൽ കിട്ടൂലേ? 2W മൈനസ് 5/16 പ്ലസ് 5/16 എത്ര ഉണ്ടാവുക? 2 5/16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10/16 ഡബ്ല്യു ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ എന്താ ഉള്ളത്? 2W മൈനസ് 10/16 ഡബ്ല്യു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ എന്തുണ്ട്? ബൈ 1 എന്നുണ്ട് അല്ലെ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, എന്ത് വരും? 16 ഇൻറ്റു 2W മൈനസ് 1 ഇൻറ്റു 10W ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 16. അപ്പൊ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 ഇൻറ്റു 2W എത്ര? 16 ഇൻറ്റു 2 32 മൈനസ് 1 ഇൻറ്റു 10 10 ഡിവൈഡഡ് ബൈ 60. എത്ര വരും? 22 അല്ലെ. 32 മൈനസ് 10 22/16W. 2 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 22-ൽ 11 ഉണ്ട്, അതുപോലെ 16-ൽ എത്ര ഉണ്ട്? 8 ഉണ്ട്. അപ്പൊ ആർ സി കിട്ടി, സോറി ആർ ബി. ഓക്കെ ആണോ? യെസ്. ഇനി അത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനല്ലേ ഉള്ളൂ. എല്ലാ പോയിന്റത്തെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരച്ചൂടെ? ഇനി അത് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ എല്ലാ പോയിന്റത്തെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാനുള്ളത് തന്നെ ഉള്ളൂ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി അത് പ്രശ്നമാക്കണ്ടെന്നും കൂടി പറയാം. നോക്ക്,
ഫസ്റ്റ് നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. പിന്നെ ആർ സി, ഇത് സി അല്ലേ, ഇത് എ, ഇത് ബി. അപ്പൊ ആർ സിയുടെ വാല്യൂ എത്രയാണ് ആർ സി എത്ര 5/16. 5/16 കൊടുക്കുക. 5/16 ഇവിടെ കാണിച്ചു. പിന്നെ ഇത്രയും പോർഷനിൽ വേറെ ലോഡ് കാര്യങ്ങളില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണിക്കാം അല്ലെ. പിന്നെ ഇവിടെ ഡബ്ല്യു വന്നു, ഡബ്ല്യു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് താഴത്തോട്ടേക്ക് പോകും അല്ലെ, അത് താഴത്തേക്ക് കാണിക്കാം. പിന്നെ ബിക്ക് എത്തുന്ന സമയത്ത് എത്രയാണ് വാല്യൂ വന്നിട്ടുണ്ടായിരുന്നത്, ആർ ബി 11/18 അല്ലെ, 11/18 വരും. അപ്പൊ ഇവിടുത്തെ എന്തുണ്ടാവും, ഒരു ചാർട്ട് ഉണ്ടാവും അല്ലെ. പിന്നെ അടുത്ത് ഇങ്ങനെ പോവും, എഗെയിൻ ഇവിടെ എത്തുമ്പോൾ വീണ്ടും താഴത്തോട്ട് വരും, പിന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പൊ വാല്യൂസ് ഇവിടെ എഴുതി വെക്കുക. ഇവിടെ ആർ സിയുടെ വാല്യൂ ഉണ്ടാവും 5/16 W, ഇവിടെ ആർ എയുടെ വാല്യൂ ഉണ്ടാവും 5/16 W. ഓക്കെ, പിന്നെ ഇവിടെ 11/8 ഉണ്ട്. 11/8 ഉള്ള കാരണം, അതായത് ഇത് ടോട്ടൽ ആണ് 11/8 ഉണ്ടോ, ഇത് ടോട്ടൽ ആണ് 11/8 വരിക ആർ ബിയുടെ വാല്യൂ. അപ്പൊ ഒരു സൈഡിലേക്ക് എത്ര ഉണ്ടാവും, അതിന്റെ പകുതി ഉണ്ടാവും. 11/8ന്റെ പകുതി എത്ര, 11/16. ഇവിടേക്ക് അതുപോലെ ഉണ്ടാവും 11/16. അപ്പൊ ആ വാല്യൂ ഇവിടെ എഴുതാം. ഇവിടെ 11/16 W, ഇവിടെയും എന്തുണ്ടാവും 11/16 W. പിന്നെ സൈനും കൂടി വേണം കിട്ടും. ഇത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡി ആയി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ഇനി നോക്കാനുള്ളത്? നീ ഏതാ ഉള്ളേ? നീ അതുല്ലേ? സാറേ ഹലോ, പറഞ്ഞോ. സ്ലോപ്പും ഡിഫ്ലക്ഷനും കാണാനുള്ള ഒന്ന് പറഞ്ഞല്ലോ, ചെറിയ ഡൗട്ട് ഉണ്ടായില്. ഒരു ക്വസ്റ്റ്യൻ ഇട്ടാ മതിയോ? നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഏത് ക്വസ്റ്റ്യനാ? സ്ലോപ്പും ഡിഫ്ലക്ഷനും വെച്ചിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേനോ? പറഞ്ഞതിന് ശേഷം വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കഴിഞ്ഞതിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? കാരണം നിങ്ങളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ തെറ്റും കാര്യങ്ങളും ഉണ്ട്, അതില് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീവിയസ് തന്നെ, പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനാ? അതില് വാട്സപ്പിൽ ഇട്ടാ മതിയോ? എന്നാ ഈ ഗ്രൂപ്പ്, ടോസിന്റെ ഗ്രൂപ്പ് തന്നെ കേട്ടോ. സാർ ഇട്ടേ. So in the deflection of cantilever beam having length 6 meter, there is a UDL of 5 kilonewton per meter throughout the span and point load of 15 kilonewton at the free end. E equal to 2 into 10⁵ Newton per meter square. Size of the beam is 200/400. ഇത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ പോലെ, കാരണം ഇതില് പ്രത്യേകിച്ച് എന്താ പറയാ മൊമെന്റ് ഏരിയ മെത്തേഡ് അങ്ങനെ എന്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാവും കുറച്ചും കൂടി എളുപ്പം. സാധാരണ രീതി ചെയ്താൽ മതിയോ? ഏതാ സാധാരണ രീതി ചെയ്താൽ മതി ഇക്വേഷൻ വെച്ചാല്? ഇത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം ഇവിടെ മൊമെന്റ് ഏരിയ മെത്തേഡ് വെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ CBR
ഞാൻ കണ്ടില്ല മൂന്നാമത്തെ മൊഡ്യൂളത്തെ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ പാർട്ട് സിയിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഓക്കെ, അത് ഈ സംഗതി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ മൊമെന്റ് ഏരിയ മെത്തേഡ് ഒന്നും പ്രത്യേകം പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് അത് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ജാസിം ഏതെങ്കിലും കോളേജ്? ജാസിമാണ് പേര്? ഏതാ കോളേജ്? പെരിന്തൽമണ്ണയാണോ? അല്ലല്ല, മുക്കം KMCT. ഓക്കെ, വേറെ ഏതാ ക്വസ്റ്റ്യൻ ഉള്ളത്? രോജിഷ് ലാലിന് ഏതാ ഡൗട്ട് ഉള്ളത്? ഇത് ഡൗട്ടില്ലേ? പിന്നെ അലന് ഡൗട്ട് ഉണ്ടോ? ഇല്ല, എനിക്ക് വേറെ ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഈ ബി ആരാ? ബി അപരനാമത്തിലാണല്ലോ. വേറെ മുനീറാക്ക് ഏതാ ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഓക്കെ, അപ്പൊ എന്നാ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നിർത്താം. നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് ടൈമും ഇത്ര ഇപ്പോ ടൈമും 9:30 ആയിട്ടുണ്ടാവില്ല, 9:35 ആയില്ല അവിടെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കുറെ ഉണ്ടാവും വെച്ചിട്ടപ്പോ ക്ലാസ് വെച്ചത്. അപ്പൊ റൂമിൽ പോയി റൂമിൽ വീണ്ടും തിരിച്ച് ഓഫീസിൽ തന്നെ വന്നിട്ട് ഓഫീസിൽ നിന്ന് ക്ലാസ് പറയും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റേ ക്ലൈപ്രയോൺസിന്റെ അത് വരില്ലല്ലോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലൈപ്രയോൺസ് ഏതാ? സിമെട്രിക്കൽ ലോഡ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലൈപ്രയോൺസ് ത്രിമോമെട്രി തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായി, അത് ഇല്ലല്ലോ. ഇല്ല, അത് രണ്ട് സൈഡിൽ ഫിക്സഡ് അല്ലേ? അത് വരില്ല, കാരണം അവിടെ 3 അൺനോൺ മൊമെന്റ് വരും. അത് ആരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാണ്. അതിൽ ചിലപ്പോ ഒരു സൈഡ് ഫിക്സഡ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഒരു സൈഡ് ഫിക്സഡ് ആയിട്ട് വരികയാണെങ്കിലും ഇൻ കേസ് അങ്ങനെ വരാണെങ്കിൽ അത് കുറെ അധികം ചെയ്യാനുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മാക്സിമം 7 മാർക്കിനല്ലേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ശരിക്കും ചോദിക്കാൻ പാടില്ല അത് 7 മാർക്കിനൊന്നും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കൺസിഡർ ചെയ്ത് സിംപ്ലി സപ്പോർട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത് ചെയ്താൽ മതി, മാർക്ക് കിട്ടും കേട്ടോ. കാരണം ഒരു സൈഡ് ഫിക്സഡ് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു സ്പാൻ ഒക്കെ എടുക്കണം. എക്സ്ട്രാ സ്പാൻ എടുത്തിട്ട് അതിന്റെ ലെങ്ത് അസ്യൂം ചെയ്യണം. ഇൻഫിനിറ്റി ഒക്കെ പറഞ്ഞ അസ്യൂം ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ചെയ്യാനുണ്ടാവും. അപ്പൊ അതിനേക്കാളും നല്ലത് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി ഓവർ ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് മാറ്റിയിട്ട് സിംപ്ലി സപ്പോർട്ട് ആക്കിയിട്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? SFD BMD ഒക്കെ വരയ്ക്കാൻ ഇപ്പൊ എല്ലാവരും പഠിച്ചില്ലേ ഫസ്റ്റ് മൊഡ്യൂൾ? അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SFD BMD എന്തായാലും ചോദിക്കും. സാറ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ വരുമോ? ചോദിക്കാൻ സാധ്യത ഉണ്ട്. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ വരച്ചിട്ടുള്ള ഇതല്ലേ? നിങ്ങളൊരു മോഡൽ ചെയ്തല്ലോ. അതേപോലെ തന്നെ ഇനി അത് ആ ടേബിൾ വരച്ചിട്ട് ചെയ്യുന്നത് എളുപ്പമാണ്. ജസ്റ്റ് ഫിക്സഡ് ബീമിന്റെ കേസും അതുപോലെ മറ്റേ സിംപ്ലി സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് ആണെങ്കിലുള്ള എന്താണെന്നുള്ളത് നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലാസ്സിലാണോ അതോ അതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലാണോ എനിക്കറിയില്ല. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 4ാമത്തെ മുതൽ ഡിസ്കസ് ചെയ്തപ്പോൾ. രണ്ടാമത്തെ പാർട്ടിൽ നമ്മളെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളേ? വേറെ അതുല്ലേ? സാർ ഈ മോസ് തിയറില്ലേ, മോസ് തിയറത്തില് ആ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ചെയ്താലും മാർക്ക് കിട്ടും? മോർ തിയറിയില്
ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാന്നല്ല എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോ ഹാഫ് ഇൻറ്റു എങ്ങനെ ചെയ്യാണ്ട് നമുക്ക് റെഡിമെയ്ഡ് ഇക്വേഷൻ ഇല്ലേ? പക്ഷെ റെഡിമെയ്ഡ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. മോർ തിയറം വെക്കാൻ പറയുമ്പോൾ നമ്മൾ അത് വെക്കണം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. മോർ തിയറം അല്ലെങ്കിൽ മൊമെന്റ് ഏരിയ മെത്തേഡെന്നോ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി അത് അവര് പ്രത്യേകം പറയുമ്പോൾ നിങ്ങൾ ആ ഏരിയ വെച്ചിട്ട് എക്സ് ബാർ വെച്ചിട്ട് ആ രീതി തന്നെ കാണണം. വേറെ എല്ലാതും പഠിച്ചു കഴിഞ്ഞോ? എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ. ജസ്റ്റ് പറഞ്ഞു പോവാം ഏതൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ കൂടി നമുക്ക് ശരിക്ക് മിനിമം നോക്കി പോകണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയാൽ തന്നെ വീണ്ടും നോക്കാനുള്ളത് കാര്യങ്ങളൊന്ന് പറയാം. നമുക്ക് മൊഡ്യൂൾ പാർട്ട് സീത്തെ കാര്യം മാത്രമായിട്ട് പറയുള്ളൂ. തിയറി ഇവിടെ പറയുന്നില്ല. തിയറി നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ മൊഡ്യൂൾ 1 നോക്ക്. മൊഡ്യൂൾ 1 നമുക്ക് 3 ടോപ്പിക്കുകളാണ് ഉള്ളത് പ്രധാനമായിട്ട്. സോറി, ഇതൊക്കെ 3 ടോപ്പിക്. ഒന്ന് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. പിന്നെ വന്നിട്ടുള്ളത് ബെൻഡിങ് സ്ട്രെസ്. പിന്നെ ഷിയർ സ്ട്രെസ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് മൊഡ്യൂൾ 1 അപ്പൊ 3 നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് സിയിൽ ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാർട്ട് സിയിൽ ഈ ഒരു SFD BMD ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഉള്ളത് ഇപ്പൊ 2 രീതിയിലുണ്ടാവുക. ഒന്നെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും, ചിലപ്പോൾ അതിൽ ചില കേസിൽ ഓവർ ഹാങ്ങിങ് വരാറുണ്ട്. പിന്നെ ഉള്ളത് കാൻഡിലിവർ. അപ്പൊ അതിൽ തന്നെ പല ലോഡിങ് കണ്ടീഷനിലും ചോദിക്കാം. ചിലപ്പോൾ പോയിന്റ് ലോഡ് ആയിരിക്കാം, ചിലപ്പോൾ UDL ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ കോമ്പിനേഷനും ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഏത് ക്വസ്റ്റ്യനും അവർക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ്, SFD BMD വരയ്ക്കാനുണ്ടാവും. പിന്നെ അതിന് ശേഷമുള്ളത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ്സിൽ എന്താ ഉള്ളത്, എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് CBRൽ 1.1, അതായത് ഒന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ പാർട്ടിലത്തെ 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ മൊഡ്യൂളിൽ 2ാമത്തെ പാർട്ടിൽ 7ാമത്തെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് ബെൻഡിങ് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം, അല്ലെ? അങ്ങനെയായിരുന്നു ആ ചോദ്യം ഉണ്ടായിരുന്നത്. ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും നോക്കട്ടെ. 1.16 എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അപ്പൊ അവിടെ ചോദിക്കുക, ഇങ്ങനെയാണ് ചോദിക്കുക. ഒരു ബീം തരും. ഒരു ബീം അതിന്റെ സ്പാൻ തന്നിട്ടുണ്ടാവും. പിന്നെ ക്രോസ് സെക്ഷൻ തരും. ക്രോസ് സെക്ഷന്റെ ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ ബിയും ഡിയും തരും. എന്നിട്ട് ആ ബീമിലേക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരും. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ 20 Nm/m². ആയിരുന്നു. എന്നിട്ട് നമ്മോട് ചോദിക്കുക, ഈ ഒരു ബീം ഇത്തരത്തിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന, ഈ സെന്ററിൽ കൊടുക്കാൻ പറ്റുന്ന ലോഡ്, മാക്സിമം ലോഡ് എത്ര എന്നുള്ളത് ചോദിക്കും. ആ രീതിയിലാണ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യന് ഒരു സിംപ്ലി സപ്പോർട്ടഡിൽ UDL ആണെങ്കിൽ ആ UDL വരാൻ പറ്റുന്ന മാക്സിമം W എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ആ ഇക്വേഷനിൽ മാറ്റം വരുന്നേ ഉള്ളൂ. ഓക്കെ. കാരണം ബെൻഡിങ് മൊമെന്റ് കാണുമ്പോൾ ആ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ആ രീതിയിൽ നോക്കി വെക്കുക. ഇനി അത് ചിലപ്പോൾ പറഞ്ഞ പോലെ കാൻഡിലിവറിൽ ചോദിക്കാം. കാൻഡിലിവറിൽ ഫ്രീ എൻഡിൽ W കൊടുക്കുകയാണെങ്കിൽ ആ Wക്ക് എത്ര മാക്സിമം വാല്യൂ വരാമെന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ തരത്തിൽ കാൻഡിലിവറിൽ UDL വരികയാണെങ്കിൽ എങ്ങനെ ചോദിക്കാമെന്നും ആ രീതിയിലും ചോദിക്കാം. അപ്പൊ അത് നമ്മൾ ഒരു ലൈവ് ക്ലാസ്സിൽ അത് മാത്രം ഈ 4 കേസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ ഈ 4 കേസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് MRHന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ ഉണ്ട്, അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നോക്കാം. പിന്നെ ഉള്ളത് ഷിയർ സ്ട്രെസ് അല്ലേ? ഈ 1ാമത്തെ മൊഡ്യൂളിൽ ഷിയർ സ്ട്രെസ് ആണുള്ളത്. ഷിയർ സ്ട്രെസ് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക?
ഷിയർ സ്ട്രെസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് എളുപ്പമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അല്ലെ. നമ്മൾ ആവറേജ് ഷിയർ സ്ട്രെസ് അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കുക. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്ന് 1.1 8ാമത്തെ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 1.2 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീം തരും, ബീമിന്റെ ക്രോസ് സെക്ഷൻ തരും, അതിന്റെ ലെങ്ത് തരും, പിന്നെ ആ ബീമിലേക്ക് വരുന്ന ലോഡും അവര് തരും. നമ്മോട് ചോദിക്കുക മാക്സിമം ഷിയർ സ്ട്രെസ് എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ അത് കാണാം? ആദ്യം ഈ ലോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ ബീമിലേക്ക് വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയെന്ന് നമ്മൾ കാണാം അല്ലെ. മാക്സിമം ഷിയർ ഫോഴ്സ് എത്ര എന്നുള്ളത് കാണാം. എന്നിട്ട് ആവറേജ് ഷിയർ സ്ട്രെസ് കാണാം. ആവറേജ് ഷിയർ സ്ട്രെസ് എങ്ങനെ കാണാം? മാക്സിമം ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഒരു ബീമിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഷിയർ സ്ട്രെസ് കിട്ടും. പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ആവറേജ് ഷിയർ സ്ട്രെസിന്റെ 1.5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ വാല്യൂ. അപ്പൊ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ഒന്ന് അതാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു റെക്ടാങ്കിളിന്റെ കേസ് ആണ്. അത് ചിലപ്പോൾ എന്തായിട്ടും ചോദിക്കാം, സർക്കിൾ ആയിട്ടും ചോദിക്കാം. സർക്കിൾ ബീം നോർമലി ഇല്ല, പക്ഷെ പ്രോബ്ലത്തിൽ അത് ചോദിക്കാം. അപ്പൊ ഇവിടെ മാത്രം മാറ്റം വരുന്നുള്ളൂ. ഈ 1.5 എന്നുള്ള ഈ ഒരു കോൺസ്റ്റന്റ് മാറിയിട്ട് എന്താവും? 1.33 എന്നാവും. അപ്പൊ ആ ഒരു മാറ്റം അതിലുണ്ടാവും. അപ്പൊ ഇതാണ് ഷിയർ സ്ട്രെസ്സിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അതായത് 3 രീതിയിൽ ചോദിക്കാം. ഒരു ഡാറ്റ എന്നിട്ട് ആവറേജ് ഷിയർ സ്ട്രെസ് എത്രയെന്ന് ചോദിക്കും, മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയെന്ന് ചോദിക്കും, പിന്നെ ആ ഒരു ബീമിന്റെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് വരുന്ന ഷിയർ സ്ട്രെസ് എത്രയെന്നുള്ളത് ചോദിക്കും. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേറെ രീതിയിൽ ഷിയർ സ്ട്രെസ് ചോദിക്കുക, ഒന്ന് ഐ സെക്ഷന്റെ കേസാണ്. ഐ സെക്ഷന്റെ കേസിൽ ചോദിക്കും ഇങ്ങനെ. ഒരു ഐ സെക്ഷനിൽ ചിലപ്പോൾ ഡയമെൻഷൻസ് തരും. അതായത് ഈ ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത്, ഫ്ലാഞ്ചിന്റെ ഡെപ്ത്, ഈ വെബിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് ഇതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറയും. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിന്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഈ ഓരോ വാല്യൂസ് നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പഠിക്കണം. എങ്കിൽ ആ വാല്യൂസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് മാർക്ക് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ നമ്മൾ TS1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിൽ വാല്യൂസ് കാര്യങ്ങളും ചോദിച്ചില്ല. അപ്പൊ ആ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലെ. ഇതുപോലെ തന്നെയാണ് റെക്ടാങ്കിളിന്റെയും സർക്കിളിന്റെയും ചിലപ്പോൾ ചോദിക്കാം 3 മാർക്കിന്. റെക്ടാങ്കിളിന്റെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരിക? ഈ രീതിയിലാണ് വരിക അല്ലെ. സെന്ററിലാണ് മാക്സിമം വാല്യൂ വരിക. സർക്കിളിലും സെയിം കേസ് തന്നെ വരിക കേട്ടോ. സർക്കിളിന്റെ കേസിലും അത് തന്നെയാണ് വരിക. പിന്നെ ടി സെക്ഷൻ എങ്ങനെ വരിക? ടി സെക്ഷന് ഈ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പൊ അതും കൂടെ പഠിച്ചു വെക്കുക. ഇതാണ് പാർട്ട് സിയിൽ മൊഡ്യൂൾ 1 നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കൂല. ഓക്കെ, ഇനിയിപ്പോ മൊഡ്യൂൾ 2 നോക്കാം. ഇതൊക്കെയാണോ നിങ്ങൾക്ക്? ഈ ഐ സെക്ഷനില് നമ്മള് ഇക്വേഷൻ എന്നിട്ട് ഡയമെൻഷൻ ചോദിക്കുമോ? ഇക്വേഷന് ഇക്വേഷൻ എന്നിട്ട് ഡയമെൻഷൻ കാണാനായിട്ട്? ഇല്ല, അങ്ങനെ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കില്ല. ഓക്കെ, ഇനി ഇക്വേഷൻ ഏതാണ്? ഈ സെക്ഷൻ ഇക്വേഷൻ ഒന്നുമില്ല, അത് ചോദിക്കൂല. ഐ സെക്ഷനാണ് പ്രത്യേകം പറയാറുള്ളത്. ഐ സെക്ഷനും റെക്ടാങ്കിളും സർക്കുലാറും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാനുള്ള മൊഡ്യൂൾ 2 ആണ്. അപ്പൊ മൊഡ്യൂൾ 2 നമുക്കുള്ളത് ഒന്ന് മൊഡ്യൂൾ 2 ആണ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി എളുപ്പം പാർട്ട് സിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ എന്തായാലും യൂളേഴ്സ് തിയറി അല്ലെങ്കിൽ റാങ്കിൻസ് ഫോർമുല അത് ചോദിക്കും. കംപ്രഷൻ മെമ്പറിന്റെ കേസിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത് അല്ലെ. ഒന്ന് ഈ പറഞ്ഞ യൂളേഴ്സ് തിയറി, 2 റാങ്കിൻസ് ഫോർമുല. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അത് ഷുവറാണ് മിനിമം. അപ്പൊ ഇത് വെച്ചിട്ട് എന്താ ചോദിക്കുക അവര്? കോളത്തിന്റെ ലെങ്ത് അതുപോലെ ക്രോസ് സെക്ഷൻ, അതിന്റെ എൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നമ്മോട് ചോദിക്കാം അതിന്റെ ക്രിപ്ലിംഗ് ലോഡ് ചോദിക്കും അല്ലെ. ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടാ ചോദിക്കുക. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ക്രിപ്ലിംഗ് ലോഡ് ചോദിക്കുകയാണെങ്കിലും ബക്ലിംഗ് ലോഡ്
ഇത് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ബേസിക് ഇക്വേഷൻ ആണ് അല്ലെ. യൂളേഴ്സ് തിയറി പ്രകാരം എന്ത് ചെയ്യുന്നു ഇക്വേഷൻ? പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ അങ്ങനെ എന്തോ അല്ലേന്നോ. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എൽ ഇ ശരിക്കും പഠിച്ചു വെക്കുക ഓരോ കേസും. 2 എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ എങ്ങനെ വരുന്നത്, 2 എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ എന്താ വരുന്നത്, 1 എൻഡ് ഫിക്സ്ഡ് 1 എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ എങ്ങനെ വരിക, 1 എൻഡ് ഫിക്സ്ഡ് ആയിട്ട് 2 ഫ്രീ ആണെങ്കിൽ വരിക. അപ്പൊ അത് അതിൽ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്രിപ്ലിംഗ് ലോഡും ബക്ലിംഗ് ലോഡും ഒക്കെ കാണാനായിട്ട് പറ്റും. അത് 2 കേസിലും യൂളേഴ്സ് തിയറി ആണെങ്കിലും റാങ്കിൻസ് ഫോർമുല ആണെങ്കിലും. റാങ്കിൻസ് ഫോർമുലയിൽ ചെറിയ മാറ്റം വരുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതിൽ എക്സ്ട്രാ ചോദിക്കാനുള്ളത് എന്താണ്, സേഫ് ലോഡ് ചോദിക്കും. സേഫ് ലോഡ് എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ അതെന്താ ഇങ്ങനെ കാണാം, സേഫ് ലോഡ് ചോദിക്കുമ്പോൾ അവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അവർ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ നേരത്തെ നിങ്ങൾ കണ്ടെത്തിയ ക്രിപ്ലിംഗ് ലോഡ് ഉണ്ടല്ലോ, ക്രിപ്ലിംഗ് ലോഡിനെ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ലോഡ് കിട്ടും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇനി ഇൻ കേസ് അത് തന്നിട്ടില്ല, തരാതെ സേഫ് ലോഡ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 അല്ലെങ്കിൽ 3 കൊടുത്തിട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ തരാറുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഇതിന് എന്തായാലും ചോദിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് ചോദിക്കും, ഇനി അതും അല്ലെങ്കിൽ ഇപ്പോ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ട് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് കാണാൻ ചോദിക്കും, പിന്നെ റാങ്കിൻസ് ക്രിപ്ലിംഗ് ലോഡ് കാണാൻ ചോദിക്കും, എന്നിട്ട് അതിന്റെ രണ്ടിന്റെ റേഷ്യോ എത്ര എന്നുള്ളത് ചോദിക്കും. ഒന്ന് ആ രീതിയിൽ ചോദിക്കാം. പിന്നെ അതല്ലെങ്കിൽ ഹോളോ സെക്ഷനും സോളിഡ് സെക്ഷന്റെ റേഷ്യോ അത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ചോദിക്കും. പിന്നെ വേറെ മോഡൽ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ക്രിപ്ലിംഗ് ലോഡ് തരും. ക്രിപ്ലിംഗ് ലോഡ് തന്നിട്ട് എന്ത് ചെയ്യും, ഈ കോളത്തിന്റെ ലെങ്ത് ചോദിക്കും. അപ്പോഴും ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷനിൽ ക്രിപ്ലിംഗ് ലോഡ് കാണുന്നതിന് പകരം നേരെ ലെങ്ത് കാണണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും മൊഡ്യൂൾ 2 എന്ന്. യൂളേഴ്സ് തിയറി അല്ലെങ്കിൽ റാങ്കിൻസ് ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ വരുന്നത് എന്താണ്, കോളത്തിൽ എക്സെൻട്രിക് ലോഡ് വരുമ്പോൾ വരുന്ന മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്. അത് പാർട്ട് സിയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഇത് എന്താണ്, നമുക്ക് ഡാംസും റീറ്റെയിനിങ് വാളും. അപ്പൊ അത് രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾ. അപ്പൊ അതിലും ഇത് തന്നെ ചോദിക്കാം, മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു നേരത്തെ പറഞ്ഞ യൂളേഴ്സ് തിയറി റാങ്കിൻസ് ഫോർമുല ശരിക്കും പഠിക്കാം. പിന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. എക്സെൻട്രിക് ലോഡ് വരുന്ന കേസോ അല്ലെങ്കിൽ ഡാമിന്റെ കേസോ അതിലത്തെ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പൊ അത് സേഫ് ആവും, മൊഡ്യൂൾ 2 സേഫ് ആവും. കാരണം ഇൻ കേസ് ഈ യൂളേഴ്സ് തിയറിയും റാങ്കിൻസ് ഫോർമുലയും വരാതെ നമുക്ക് പാർട്ട് സിയിൽ ഇത് രണ്ടും മോർ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതൊരിക്കലും അങ്ങനെ വരില്ല. എന്തായാലും നമുക്ക് റാങ്കിൻസോ അല്ലെങ്കിൽ യൂളേഴ്സോ വരും. പക്ഷെ എങ്കിലും നമുക്ക് റിസ്ക് എടുക്കണ്ട, എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പഠിക്കാം. നമുക്കൊന്ന് ഡാം ആൻഡ് റീറ്റെയിൻ വാൾ പഠിക്കുന്നതാവും കുറച്ചും കൂടി എളുപ്പം, കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുള്ളത് അല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് നമുക്ക് മൊഡ്യൂൾ 2. ഓക്കെ, മൊഡ്യൂൾ 2 ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മൊഡ്യൂൾ 3 നോക്കാം. മൊഡ്യൂൾ 3-ലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നത്, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അല്ലേ മൊഡ്യൂൾ 3. ക്വസ്റ്റ്യൻ പേപ്പർ മൊഡ്യൂൾ 3-ല് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SFD BMD എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് ഏത് രീതിയിലാണ് ചോദിക്കുക, ഏത് രീതിയിലും ചോദിക്കാം. മോർസ് തിയറം വെച്ചിട്ടുള്ള ചിലപ്പോ ഒന്നെങ്കിൽ മോർ തിയറം വെച്ചിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ മോർ തിയറം അല്ലെങ്കിൽ മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണോ ഹൈദർ? ഓക്കെ, അപ്പൊ അത് ചോദിക്കുക, അതല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ പല ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. CBR തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. 3.1-ൽ 7ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 3.2-ൽ 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 3.2-ൽ 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ അത് ഷുവറാണ്, ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒന്നെങ്കിൽ മോർ തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫിക്സഡ് ബീമിന്റെ കേസിൽ വരുന്നുള്ള ഫിക്സഡ് എൻഡ് മൊമെന്റ് കാണുന്ന ക്വസ്റ്റ്യനും, പിന്നെ ടോർഷൻ, ഇതിൽ ടോർഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ടോർഷനും നല്ല രീതിയിൽ പഠിക്കുക. ഒരു ബേസിക് ഇക്വേഷൻ ആണ് അല്ലെ, T/J =
ഒരു ജെ തീറ്റ ബൈ എൽ ഈക്വൽ ടു ടോ ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസുകളെ ചോദിക്കുള്ളൂ. ഇനി അതല്ലെങ്കിൽ മാക്സിമം പോയാൽ പവറിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇക്വേഷൻ ഞാൻ മറന്നുപോയി. അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അപ്പൊ അത് നമ്മൾ ഈ ഒരു CBRൽ പറഞ്ഞിട്ടുണ്ട്. 3.1 8ാമത്തെ ക്വസ്റ്റിനും 3.2 8ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് മോഡൽസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ ഷിയർ സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു അല്ലെ, ഈ ഷിയർ സ്ട്രെസ് കാണുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു, ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ നല്ലത് എന്താ വെച്ചാൽ ഈ ഒരു സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനും അതുപോലെ ടോർഷന്റെ ക്വസ്റ്റ്യനും പക്കയായിട്ട് പോയി കഴിഞ്ഞാൽ പാർട്ട് സിയിലത്തെ ഈ മൊഡ്യൂൾ 3യും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൊഡ്യൂൾ 4ക്ക് പോകുമ്പോ സാർ ഒരു പോയിന്റ് ക്വസ്റ്റ്യനേ. ആ The core of a circular section is a concentric circle with diameter dash. ഉദ്ദേശിച്ച എന്താ? കോർ അല്ലേ? ആ, സർക്കുലർ സെക്ഷന്റെ കോറ്. അപ്പൊ അതില് D/8 ഉണ്ട്. അതായത് ആ ഒരു കോറിനകത്തു കൂടെ ലോഡ് പോവാണെങ്കിൽ അവിടെ എക്സെൻട്രിസിറ്റി ഉണ്ടാവില്ല എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യൂല. അതായത് ഇപ്പൊ നമ്മുടെ സർക്കിൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഒരു കോളം, അപ്പൊ ഇതങ്ങനെ നമ്മുടെ കോളത്തിലേക്ക് ഇങ്ങനെ ലോഡ് വരികയാണ്. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത് ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആക്സിസ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എത്രത്തോളം വിട്ടു പോയി കഴിഞ്ഞാൽ, ഈ ആക്സിസിൽ നിന്ന് എത്രത്തോളം മാറിപ്പോയി കഴിഞ്ഞാലും ഇതിൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അതൊരു സർക്കിൾ ആയിരിക്കും വരിക. ഇങ്ങനെ മനസ്സിലായോ? ഈ സർക്കിളിന്റെ അകത്ത് ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ഇതിനാണ് നമ്മൾ കോർ എന്ന് പറയാം. അപ്പോ ഈ ഇതിപ്പോ സർക്കിളിന്റെ ഡയാമീറ്റർ D ആണെങ്കിൽ ഈ ഇന്നർ കോർ അല്ലെങ്കിൽ കോറിന്റെ ഡയാമീറ്റർ എത്ര എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, വാല്യൂ D/4 ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ റെക്ടാങ്കിളിന്റെ കേസിലും ഉണ്ടാവും, അതും പഠിക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? റെക്ടാങ്കിളിന്റെ പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1 മാർക്കിന്. ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അത്? CBR ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇല്ലേ? ആ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 4 നോക്കാം. ഓക്കെ, മൊഡ്യൂൾ 4 നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് പ്രോബ്ലംസ് വരാം. അതായത് മൊഡ്യൂൾ 4 കണ്ടിന്യൂസ് ബീംസ് ആണ് അല്ലെ? എന്താ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ മൊഡ്യൂൾ 4 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒറ്റ സ്പാൻ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ അത് എത്ര സ്പാനും വരാം. പക്ഷേ നിങ്ങൾക്ക് സിലബസിൽ മാക്സിമം 2 സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 2 സ്പാനും മാക്സിമം 2 സപ്പോർട്ട് അൺനോൺ സപ്പോർട്ട് മൊമെന്റ് എന്നും പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 സ്പാനേ ഉണ്ടാവുള്ളൂ, മോർ ദാൻ 2 സ്പാൻ വരില്ല കേട്ടോ. സിലബസിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സിലബസിൽ പ്രത്യേകം പറഞ്ഞത് മാക്സിമം 2 സ്പാൻ എന്നാണ്. ഓക്കെ, അപ്പോൾ മോർ ദാൻ 1 സ്പാൻ വരുമ്പോൾ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ബീം എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് മൊമെന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ഉള്ളത്, 2 മെത്തേഡ്സ് ഉള്ളത്. ഒന്ന് ക്ലാപെറോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് തിയറം എന്ന് പറയും. അപ്പൊ ഇതാണ് ഇതിൽ ഈ ഒരു മൊഡ്യൂൾ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്ലാപെറോൺസ് തിയറം വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഇപ്പൊ നമ്മുടെ ക്ലാസ് 15 മിനിറ്റ് കൊണ്ട് തീരുന്നു പറയുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് പറയാം. ഇപ്പൊ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, അപ്പൊ അതിൽ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് ക്ലാപെറോൺസ് തിയറം ആണ് കേട്ടോ. ഇത് പക്കയാക്കുക, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അത് ഉണ്ടാവും. ഇൻ കേസ് അത് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ അത് നോക്കേണ്ടി വരും. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് തന്നെ ഈ പറഞ്ഞ പോലെ മൊമെന്റ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണുന്നതും. ഓക്കെ, മൊമെന്റ് കാണുന്നതും ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണുന്നതും ഉണ്ടാവും. ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഇൻ കേസ് അത് 7 മാർക്കിനൊക്കെ അതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. അതാണ് പെട്ടെന്ന് തീരുക ക്ലാപെറോൺസ് തിയറം വെക്കുന്നതിനേക്കാളും. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് സിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ CBRൽ. ഓക്കെ അല്ലെ? പിന്നെ അതിൽ തിയറി ആയിട്ട് ചോദിക്കാനുള്ളത് മറ്റേ പോർട്ടൽ ഫ്രെയിം ആണ്. പ്രോബ്ലംസ് വരില്ല, ഇതിന്റെ തിയറിയാ ചോദിക്കുള്ളൂ. എന്താണ് പോർട്ടൽ ഫ്രെയിം, കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന ഫ്രെയിമിനെയാണ് നമ്മൾ പോർട്ടൽ ഫ്രെയിം എന്ന് പറയാം. അപ്പൊ അത് വലിയ വെയർ ഹൗസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യും.
പിന്നെ പർലിൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ റൂഫ് ഇടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫ്രെയിമിനെയാണ് എന്ത് പറയാം, പോർട്ടൽ ഫ്രെയിം എന്ന് പറയാം കേട്ടോ. ഇത്രയാണ് നമുക്ക് ഉള്ളത് എന്ത് 4ാമത്തെ മൊഡ്യൂളിലുള്ളത്. അപ്പൊ പറഞ്ഞ പോലെ പാർട്ട് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇതിന്റെ ബേസിക് ഇത് പഠിക്കാം, ഇനി അതിന്റെ പുറത്തേക്കും നോക്കി വെച്ചാൽ നന്നാവും കേട്ടോ. ഇനി എന്തേ ഡൗട്ട് ഉണ്ടാവും? വേറെ? അപ്പൊ ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി വീണ്ടും വീണ്ടും നോക്കുക. നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻക്ക് പോകുന്നതിന് മുന്നേ തന്നെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പക്കയാക്കുക. ആ ഒരു മോഡൽ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ 75 മാർക്കില് നമുക്ക് മാക്സിമം 75 മാർക്കിനാണല്ലോ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അറൌണ്ട് 55 to 65 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ വരുന്ന ഒരു 15 മാർക്കിന് എക്സ്ട്രാ ചോദ്യങ്ങൾ വരുള്ളൂ, നമ്മൾ പറയാത്ത ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതെന്തായാലും കിട്ടും എന്നുള്ളത് ഓക്കെയാണ്, എനിക്ക് ഷുവറാണ്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോയ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ എന്തായാലും 55 to 60 മാർക്ക് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി 50 മാർക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക കേട്ടോ. മാക്സിമം തവണ റിവൈസ് ചെയ്യാം. പുതിയ കാര്യങ്ങൾക്ക് ഇനി പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തിട്ട് പുതിയക്ക് പോയാൽ മതി. ഇപ്പൊ നാളെ ഒരു ദിവസത്തെ ടൈമും കൂടി ഉണ്ടല്ലോ, നാളെ ഒരു ഫുൾ ഡേ ഉണ്ട്. അപ്പൊ അതുകൂടി പഠിക്കാം. ഇനിയിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് ഉണ്ടാവാം അല്ലെ. ചില 1ാമത്തെ മൊഡ്യൂളും 1-2 മൊഡ്യൂൾസ് ഒക്കെ പക്കയായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇനി വേറെ ഏതെങ്കിലും മൊഡ്യൂൾ കൂടി നോക്കാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. തീരെ നോക്കാത്ത മൊഡ്യൂൾ ഒന്നും കൂടി നോക്കുക, ആദ്യം നോക്കുക, എന്നിട്ട് ബാക്കിയുള്ള മൊഡ്യൂൾസ് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പൊ ഇനി നാളെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നാളെ ഇനിയിപ്പോൾ ലൈവ് വെക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇട്ടല്ല, ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇത് എനിക്ക് ചെയ്യാറിയെന്ന് ചോദിക്കല്ല, നിങ്ങൾ പറഞ്ഞ രീതി പ്രകാരം ചെയ്തു നോക്കുക. എന്നിട്ട് അതിൽ ഏത് സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് എന്നുള്ളത് ചോദിക്കുക. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 10 മണിയായില്ലേ? ഓക്കെ, അപ്പൊ മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി പറയാനുള്ളത്, നമുക്ക് പാർട്ട് ബിയും പാർട്ട് സിയും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിച്ചിടരുത്. ഓക്കെ, പാർട്ട് ബി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പാർട്ട് സിയും 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒരിക്കലും ഒഴിച്ചിടാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം ചോദിച്ചു, ആ സമയത്ത് നിങ്ങൾക്ക് സിംപ്ലി സപ്പോർട്ട് ബീം ആയിട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കാൻഡിലിവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ പകുതി മാർക്കെങ്കിലും തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തരും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു എക്സാമിന് 75 മാർക്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പാസ്സാവാൻ 30 മാർക്കാണ് അല്ലെ. ആ 30 മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോ എക്സാം മീൻസ് നമ്മളൊക്കെ വാല്യുവേഷന് പോകുന്ന സമയത്ത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 25 എബവ് മാർക്ക്, ഇപ്പൊ ഒരു 25-26 മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, പിന്നീട് അത് 30 ആക്കി തരും. ആ 30 ആക്കി തരൽ എങ്ങനെയാണ്, ഈ പറഞ്ഞ പാർട്ട് ബിയിലത്തെയും പാർട്ട് സിയിലത്തെയും ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും, ഒരു അഡീഷണൽ മാർക്ക് 1-2 ഒക്കെ മാർക്ക് അങ്ങനെ ഇട്ടിട്ട് ആ 30 മാർക്കിലേക്ക് എത്തിക്കാൻ ചെയ്യാം. അപ്പൊ അവിടെ 1-2 മാർക്ക് ഇടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യെങ്കിലും ചെയ്യണം. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചെങ്കിൽ അവിടെ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു 5 മാർക്ക് പ്ലസ് 5 എന്നാണ് ഇടൂല, ചില്ലറായിട്ട് തരുള്ളൂ, വലിയ നോട്ട് തരൂല. അപ്പോ അതിന് എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമെങ്കിലും വേണം. എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തൊക്കെ റെഡിയാക്കി പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ 30 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, എന്തായാലും പാസ്സാവും എന്നുള്ള കാര്യം ഷുവറാണ്. നിങ്ങൾ തോൽക്കണം എന്ന് കരുതി പോയെങ്കിൽ മാത്രം നിങ്ങൾ തോൽക്കുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞ പോലെ പാർട്ട് ബിയും പാർട്ട് സിയും എന്തായാലും എഴുതാം കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ മാർക്ക് കിട്ടും, 40 and above കിട്ടും. ഓക്കെ, പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ആ, പറഞ്ഞു. സാറേ,
പക്ഷെ ക്ലാസിഫിക്കേഷൻ അതിനകത്ത് ഈ കണ്ടിന്യൂസ് ബീം വരുന്നത് സിംപ്ലി സപ്പോർട്ട് വരത്തുള്ളൂ, അത് കാൻഡിലിവർ വരുമായിരുന്നു. കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചത്? ഫിക്സഡ് ആണോ ചോദിച്ചത്? ഫിക്സഡ് ആയിട്ട് ഓവർ ഹാങ് ആയിട്ട് വരുമെന്ന്. ഫിക്സഡ് ആയിട്ട് വരും. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫിക്സഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ലെഫ്റ്റിക്ക്, ഇപ്പൊ ലെഫ്റ്റിലാണ് ഫിക്സഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റിക്ക് പിന്നെ വീണ്ടും ഒരു സ്പാൻ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 പാർട്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മൊമെന്റ് ക്ലാപെറോൺസ് തിയറം വെക്കണം. മൊമെന്റ് അത് കോളേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഇല്ല. ഓക്കെ. അത് അധികം ആരും ചെയ്യലില്ല. അത് 2 പാർട്ടൊക്കെ ആയിട്ട് ചെയ്യണം. അത് എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം കുറെ അധികം ചെയ്യാനുണ്ടാവും. ഇപ്പൊ സാധാരണ ചെയ്യുന്നതിന്റെ ഡബിൾ ചെയ്യാനുണ്ട് അത്തരത്തിൽ ഫിക്സഡ് ആക്കി ചോദിക്കുമ്പോൾ. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങളിപ്പോ ചോദിച്ചത് ഇങ്ങനെയല്ലേ? ഈ രീതിയിലല്ലേ ചോദിച്ചത് അല്ലേ? അങ്ങനെയും അല്ലാതെ ഇപ്പം ബി കഴിഞ്ഞിട്ട് ഇപ്പൊ സിക്ക് ഒരു സപ്പോർട്ട് വരാതെ. മനസ്സിലായില്ല. സിക്ക് സപ്പോർട്ട് വരാതെ അങ്ങനെയും ചോദിക്കാം. പക്ഷെ നമുക്ക് ഈ ഫിക്സഡ് വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ലെഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ആദ്യം കൺസിഡർ ചെയ്തിട്ട് വേണം അത് ചെയ്ത് തുടങ്ങാൻ. എന്നാലും നമുക്ക് ഈ MA കിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനാ പറഞ്ഞത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിംപ്ലി സപ്പോർട്ട് ആയിട്ട് കണ്ടിട്ട് ചെയ്താൽ മതി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്നാ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ താങ്ക് യു.